السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രവാചക സ്നേഹത്തിൻ്റെ 1000 കാര്യങ്ങൾ അയവിറക്കാനും അത് അനുഷ്ഠാന പദങ്ങളിൽ കൊണ്ടുവരാനും നബിചരിത്രങ്ങളിലൂടെ ഒരു ആനന്ദം കണ്ടെത്താനും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ വല്ലാത്ത താല്പര്യം തോന്നുന്നു എന്നത് ഒരു സ്വാഭാവികതയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതത്തിന്റെ എല്ലാം ആയി മാറുക എന്നത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ അങ്ങനെ വേണം. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുത്തുനബി വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും ഹബീബിനോട് ഇഷ്ടമുള്ള ആള് സംസാരിക്കുന്ന പോലെ ആയാൽ നമ്മുടെ വർത്താനത്തിന് നല്ല നിലവാരം ഉണ്ടാകും. നമ്മുടെ ചിന്തയിൽ ഉണ്ടായാൽ ആ ചിന്ത മുഖേന നബിക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കുക എന്ന ഒരവസ്ഥ ഉണ്ടായാൽ ആ ചിന്ത മുഖേന നമ്മെ നിയന്ത്രിക്കപ്പെടും. ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് നമ്മൾ പോവില്ല. പ്രവർത്തനങ്ങളിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ഞാൻ പ്രവർത്തിക്കൂ എന്ന രീതിയിൽ പ്രവർത്തനത്തിൽ മുത്തുനബി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവനും അമലുകളായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്താൽ ഒരു മനുഷ്യൻ നിയന്ത്രിക്കപ്പെടും എന്നതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് പിശാച് അടുക്കുകയില്ല. അതൊരു സത്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിൽ വരിക വഴി ഒരു മനുഷ്യൻ നന്നാവാണ്. അവിടുന്ന് വന്നത് തന്നെ ഈ നന്നാക്കാനാണ്. അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഖുർആൻ കൊണ്ട് നന്നാക്കുന്ന പണിയാ മുത്തുനബി ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഉണ്ട് താനും. അപ്പൊ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെ മുഴുവനും നന്നാക്കുക എന്നത് മുത്തുനബി അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വഴിക്ക് പോവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരായത്ത് കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ആ ജനതയിൽ പ്രവാചകത്വ നിയോഗമുണ്ടായി. അള്ളാഹു ഹബീബിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. യത്ലു അലൈഹിം ആയാതിഹി, അവരിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. വയുസക്കീഹിം, ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് ആ ജനതയെ അവിടെ നിന്ന് നന്നാക്കിക്കൊണ്ടേയിരുന്നു. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കാം. ആ നന്നാക്കൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹു ആ നന്നാവലിൽ ചേരാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ കൊണ്ട് മുത്തുനബി നന്നാക്കുക എന്നത് അവിടം കൊണ്ട് തുടങ്ങി ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക വഴി ആ നന്നാക്കൽ എന്നും തുടർന്നു കൊണ്ടിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും മുത്തുനബി വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പിശാച് അടുക്കാത്ത ആളാണ്. പിശാച് അടുക്കൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും വന്നാൽ അള്ളാന്റെ അദാബ് അങ്ങനത്തെ വ്യക്തിയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവനിൽ മുത്തുനബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തുനബി ഉണ്ട് എങ്കിൽ ഉള്ളിടത്ത് അദാബില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. അവിടുന്ന് ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം. അള്ളാന്റെ അദാബുകളിൽ നിന്നും സർവകാലത്തേക്ക് നമുക്കൊരു ശാശ്വത മോചനം കിട്ടുമെന്ന ഖുർആൻ പറഞ്ഞത്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു അങ്ങ് ഉള്ള ജനതയിൽ അദാബ് ഇറക്കൂല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ലൈവായി ഉള്ള ജനതയിൽ അദാബ് അല്ലാഹു എന്തായാലും ഇറക്കൂല. ഒരു തൂഫാൻ ജലപ്രളയത്തിനേക്കാൾ വലുത് കൊടുക്കാനുള്ള കാരണമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ അത് അങ്ങ് ഉള്ളത് കൊണ്ട് ആ ജനതയിൽ ഇറക്കൂല നബിയെ. പിന്നെ വേറെ ഒരു ജനതയിലും ഇറക്കൂല. വഹും യസ്തഗ്ഫിറൂൻ. അങ്ങയുടെ മഹബ്ബത്തിൽ കഴിയുന്ന ജനതയിലും അദാബ് ഇറങ്ങൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഹും യസ്തഗ്ഫിറൂന്റെ അർത്ഥം ഞാൻ അങ്ങനെ പറഞ്ഞതാ. കാരണം ആയത്തിൽ പറഞ്ഞ വഹും യസ്തഗ്ഫിറൂൻ എന്നത് നബിയോടുള്ള സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് തേടുന്നവർ എന്നാണ് അതിനർത്ഥം. അള്ളാഹിന്റെ മഗ്ഫിറത്ത് കിട്ടണമെങ്കിൽ നബി സ്നേഹം വേണമെന്നാണ്. അതും ഖുർആൻ പറഞ്ഞതാ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. മുത്തുനബിയെ പിൻപറ്റൽ വഴി അള്ളാഹിന്റെ സ്നേഹം കിട്ടുന്നു. മുത്തുനബിയെ പിൻപറ്റലാണ് അള്ളാഹിനെ സ്നേഹിക്കല്. അപ്പൊ അള്ളാഹു തിരിച്ചു സ്നേഹിക്കും. യഗ്ഫിർ ലക്കും ദുനൂബക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടുക. അപ്പൊ മഗ്ഫിറത്ത് തേടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ സ്നേഹത്തിലേക്ക് വഴിവെച്ചവർ എന്നാണ്. അവരിലും അള്ളാന്റെ അദാബ് വരില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാക്ക്, പ്രവൃത്തി, ചിന്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയോട് അള്ളാഹുവിന്റെ അദാബ് ഒരു നിലക്കും ബന്ധിക്കുന്നതല്ല. കാരണം ആ മനുഷ്യനിൽ മുത്തുനബി ഉണ്ടല്ലോ. അള്ളാന്റെ ഹബീബ് ഉള്ളിടത്ത് അദാബ് ഉണ്ടാവില്ല. അദാബ് എന്നത് റഹ്മത്തിന്റെ വിപരീതമാണ്. അവിടുന്ന് റഹ്മത്തുൽ ആലമീനാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സമൂഹത്തിൽ ജീവിക്കുന്നവരാ നമ്മൾ. അങ്ങനെയാണ് കാലം. എവിടേക്ക് തിരിഞ്ഞാലും നമ്മൾ ചീത്തയാവാനുള്ള കാര്യകാരണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ചീത്തയാവാനുള്ള സാഹചര്യം. ഒരാൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത് വലിയ അത്ഭുത. അങ്ങനെ ഈസ നബി പറഞ്ഞത്. ഒരാൾ നരകത്തിൽ പോയല്ലോ, അയാൾ വലിയ ആലിമായിരുന്നു, വലിയ ആബിദായിരുന്നു. അദ്ദേഹം നരകത്തിലൊന്നും പോകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അയാൾ നരകത്തിൽ പോയല്ലോ എന്ന് ആരെങ്കിലും ആശ്ചര്യത്തോടെ പറഞ്ഞാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. നരകത്തിൽ പോവാനുള്ള സാധ്യതയാ കൂടുതൽ. നരകത്തിലേക്ക് പോവാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ നമ്മെ വേഗം നരകത്തിലെത്തിക്കുന്നതാണ്. ചില ഉദാഹരണങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ പറ്റി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിൻ ശിറാരിൻ നാസി മൻ തുദ്രികുഹുമുസ് സാഅതു വഹും അഹ്യാ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അന്നൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ടവരെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ ഖുറൂനി ഖർനി. ഏറ്റവും നല്ലവർ എന്റെ കൂടെ ജീവിച്ച ആ കാലഘട്ടക്കാരും. സുമ്മല്ലദീന യലൂനഹും. പിന്നെ അവരോട് അടുത്ത് വന്നവരാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നല്ലവർ എന്നാ പറഞ്ഞത്. ഏറ്റവും മോശം ആളുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം മിൻ ശിറാരിൻ നാസി മൻ തുദ്രികുഹുമുസ് സാഅതു വഹും അഹ്യാ. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളായിരിക്കും ജനങ്ങളിൽ ഏറ്റവും മോശക്കാരെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. സാധാരണ നമ്മുടെ ജീവിതത്തിന്റെ നിത്യമായ കാര്യങ്ങളിൽ പലതും വലിച്ചിഴച്ച് കൊണ്ടുപോവാൻ നമ്മള് നരകത്തിലേക്ക്. വലിച്ചിഴച്ച് നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു. ഇന്ന് പണം സമ്പാദിക്കാൻ മനുഷ്യന് പല വഴിയുമുണ്ട്. പണം സമ്പാദിക്കാനുള്ള ഏൺ ചെയ്യാ, അങ്ങനെയൊക്കെ പറയാ. അതിനുള്ള മാർഗങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ ഇന്ന് ഉണ്ട്. അത് കൂടുതൽ മനുഷ്യൻ തേടുന്ന കാലം. ഖുർആൻ പറഞ്ഞത് അങ്ങനെ കച്ചവടങ്ങള്, ബിസിനസ്സുകള് ഏത് വിധേനയും നിങ്ങൾ നടത്താൻ നിങ്ങൾക്ക് അനുവാദമില്ലല്ലോ എന്ന് ഒരുപാട് കച്ചവടങ്ങളുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഇടയിലൊക്കെ നല്ല നല്ല ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആളെ കൂട്ടിയിട്ട് ഇങ്ങനെ പല ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ
ഇല്ലാ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം ബാത്തിലായ നിലയിൽ അനുവദനീയമല്ലാത്ത വഴിയിൽ സമ്പാദിച്ച് തിന്നല്ലേ എന്ന് ഖുർആൻ. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും. തൃപ്തിയുള്ള കച്ചവടങ്ങളല്ലാതെ, നേർക്ക് നേരെയുള്ള കച്ചവടങ്ങളല്ലാതെ മറ്റുള്ള കച്ചവടങ്ങളിലൂടെ സമ്പാദിച്ച് നിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സമ്പാദിച്ചു വയറ് നിറക്കല്ലേ. അങ്ങനെയാ ഖുർആന്റെ ഉപദേശം. ഇന്നത്തെ പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞിട്ടുള്ള കച്ചവടങ്ങളോട് യോജിക്കാത്തതാണ്. ഇത് പണം സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യൻ ഏത് വഴിയും തേടുന്ന കാലമാണ്. അത്തരം കാര്യങ്ങളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കച്ചവട സംവിധാനങ്ങളിൽ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ സൂക്ഷ്മത. ഒരു ഹദീസ് പറയാം. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم لا تقوم الساعة. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പെയുള്ള കുറെ കാര്യങ്ങൾ കേട്ടോളൂ. വഹത്താ യക്സുറ ഫീകുമുൽ മാൽ. നിങ്ങളുടെ ഇടയിൽ പണം വർദ്ധിക്കും, നിങ്ങൾക്കിടയിൽ സമ്പത്ത് വർദ്ധിക്കും. ആർക്കും സാമ്പത്തികമായും ഒന്നും കഴിയാത്ത കാലമില്ല. പണ്ടൊക്കെ വലിയ പണക്കാരന്റെ വീട്ടിലായിരുന്നു ഒരു ടെലഫോൺ ഉണ്ടായിരുന്നത്, അല്ലേ? ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ ഒരു ടെലഫോൺ, ഒരു ഫ്രിഡ്ജ് ഏറ്റവും വലിയ പണക്കാരന്റെ വീട്ടിലാ ഉണ്ടാവാം. വാഷിംഗ് മെഷീൻ എന്നത് ഒരു 10 കൊല്ലം മുമ്പ് തന്നെ നമ്മൾ വല്ലാതെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. 10-15 കൊല്ലം. ഇൻവെർട്ടർ കറണ്ട് പോയാൽ വെളിച്ചം കിട്ടാൻ വീടുകളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന വീടുകൾ വളരെ കുറവാണ്. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങുന്ന ആൾക്കാർ കുറവാണ് ഇപ്പൊ. എല്ലാ പാവങ്ങളും വാങ്ങിയാലുള്ളൂ, ആർക്കും നേരമില്ല. എന്റെ പ്രിയമുള്ളവരെ, പണം പെരുക്കുന്ന കാലം. ആർക്കും പണം പ്രശ്നമല്ല. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണം നടക്കുമ്പോഴും അത് പാവപ്പെട്ട കുടുംബമാണെന്ന് ആ ഓഡിറ്റോറിയത്തിൽ വന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അത്രത്തോളം അതിന്റെ ആർഭാടപൂരിതമായ അവസ്ഥകളും മറ്റുമൊക്കെ നമ്മെ ചിന്തിപ്പിക്കാം. പണം പെരുക്കുന്ന കാലമാണ്. ഫയഫീൽ, പെരുത്ത പണം എങ്ങനെ ഒഴുകി ഒഴുകി നടക്കുമത്രേ. ഹത്താ യഹുമ്മ റബ്ബുൽ മാലി മൻ യഖ്ബലു സദഖത. സദഖ കൊടുത്താൽ അത് സ്വീകരിക്കാൻ, സക്കാത്ത് സ്വീകരിക്കാൻ യോഗ്യനായ ഒരാളും ഇല്ലല്ലോ എന്ന് ആ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുക്കുന്ന പണക്കാരൻ മനോവിഷമത്താൽ, അയാൾ നീറുന്ന ചിന്തയാൽ കഴിഞ്ഞുകൂടുമത്രേ. അങ്ങനെ ഏതെങ്കിലും ഒരാള് ഈ സക്കാത്ത് സ്വീകരിക്കാൻ യോഗ്യനാണെന്നറിഞ്ഞ് അവിടെ എത്തിക്കഴിയുമ്പോൾ അവൻ പറയും, ഇന്നലെയാണ് എനിക്ക് ഇത് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഇത് സ്വീകരിക്കുമായിരുന്നു, ഇന്ന് എനിക്ക് സാമ്പത്തിക പ്രയാസങ്ങളില്ല. അങ്ങനെ പറയുന്ന അത്രയും പണം പെരുക്കുന്ന കാലം അള്ളാന്റെ ഹബീബ് നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ളതായ ഏത് മാർഗത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തും. മറ്റൊരു ഹദീസ് കേട്ടോളൂ. കച്ചവടങ്ങൾ വർദ്ധിക്കുന്ന കാലം. എവിടെയാ കച്ചവടമില്ലാത്ത? പണ്ട് ഒരു കട കാണണമെങ്കിൽ ഒരു ടൗണിൽ ചെല്ലണം, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ ചെല്ലണം. ഇന്നോ റോഡരികിൽ മുഴുവനും കച്ചവടങ്ങളാണ്, വഴിയോര കച്ചവടങ്ങള്. അതുകൂടാതെ ടൗണിലേക്ക് പോകണമെന്നില്ല, എവിടെയും കടകൾ തുടങ്ങാം. ഇനി അതൊക്കെ പോട്ടെ, വാട്സാപ്പിൽ കച്ചവടം, ഓൺലൈൻ കച്ചവടം, ഫ്ലിപ്കാർട്ടും ആമസോണും അതുപോലെ തന്നെ ഓൺലൈൻ കച്ചവടങ്ങൾ, എവിടെയും കച്ചവടങ്ങൾ. ഹദീസ് കേട്ടോളാൻ. താരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹു കുന്നാ ഇൻദ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബൈന യദയ സാഅതി തസ്ലീമുൽ ഖസാം വഫശുവത് തിജാറ. ഖിയാമത്ത് നാളിന്റെ ഒരു പ്രധാന അടയാളമാണ് കച്ചവടങ്ങൾ വ്യാപിക്കുക. എവിടെയും കച്ചവടം. എത്രത്തോളം കച്ചവടം വർദ്ധിച്ച് വർദ്ധിച്ച് ഹത്താ തുഈനൽ മർഅതു സൗജഹാ അല തിജാറതി.
കച്ചവടം ചെയ്യാൻ ഭർത്താവിന്റെ കൂടെ ഭാര്യ സഹായിക്കുന്ന കാലം വരും ഖിയാമത്ത് നാളിന് മുമ്പ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും സഹായിക്കും ഭർത്താവിന്റെ കച്ചവടത്തിൽ. അങ്ങനെ ഒരു കാലം. ഞാൻ ആരെ കളിയാക്കി പറഞ്ഞതല്ല. ഞാനിത് കേട്ടപ്പോൾ, ഈ ഹദീസ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ചിരിച്ചു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. മഹാനായ ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിലും ഈ ഹദീസ് കാണാം. ഭർത്താവിനെ കച്ചവടത്തിൽ ഭാര്യ സഹായിക്കും, അത്രയും കച്ചവടങ്ങൾ കൂടുന്നു. ഭാര്യ ഭർത്താവും കൂടിയിട്ടാണ് അത് നടത്തുക. ആ പരിപാടി ഞങ്ങൾ രണ്ടാളും കൂടിയാ. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ ബിസിനസിന്റെ 40% ഷെയർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാണ്, ബാക്കി 40 എനിക്ക്, 20 ഞാൻ അത് പ്രചരിപ്പിക്കുന്ന ആൾക്ക് കൊടുത്തിരിക്കുക, അതിന്റെ പരസ്യക്കാർക്ക്. അത് അവരെ ഏറ്റെടുത്ത് നടത്തിക്കോളും. അപ്പൊ ആ ഷെയർ ഉള്ള 40% ഷെയർ സ്വന്തം, ബാക്കി 40 ഭാര്യക്ക്. അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നു. വിദേശത്തുള്ളൊരു ബിസിനസ്, ജോലി ഇല്ലാത്തവർക്ക് ജോലി എത്തിച്ചു കൊടുക്കുന്ന ഒരു നെറ്റ്വർക്ക് കമ്പനി. അതിൽ 20% ഷെയർ അത് നടത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്. അത് സ്ഥാപിച്ച ആളെന്ന നിലയിൽ 40 അയാൾക്കും, ബാക്കി 40 അയാളുടെ ഭാര്യക്കും. അത് കുറ്റമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാലമാണോ ഖിയാമത്ത് നാളിന്റെ അടയാളം? എന്തിനാണ് ഞാനിത് പറഞ്ഞത്? അത്രത്തോളം പണം സമ്പാദിക്കാൻ മനുഷ്യന്റെ മുന്നിൽ ഏത് വഴിയും കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ മുത്തുനബി നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നിർബന്ധമായും വേണം. അല്ലെങ്കിൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവില്ല. വ്യവസ്ഥയില്ലാത്ത ജീവിത മനുഷ്യരിൽ ഇന്ന്. എപ്പോഴാ ഉറങ്ങാ കൃത്യമായിട്ട് പറയാൻ പറ്റൂല, എപ്പോഴാ എഴുന്നേൽക്ക പറയാൻ പറ്റൂല, എപ്പോഴാ പോവാ ഇല്ല സമയം പറയാൻ പറ്റില്ല. 11 മണിക്ക് പോകേണ്ടടുത്ത് 12 മണിയായാലും ആവൂല. വ്യവസ്ഥയില്ലാത്ത ജീവിതത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത് എവിടെയാ? ഹബീബ് മനസ്സിലുണ്ടോ നിയന്ത്രണം വരുമെന്ന? വ്യവസ്ഥയില്ലാത്ത ജീവിതം പച്ച മുനാഫിഖിന്റെ സ്വഭാവം. വ്യവസ്ഥയില്ലാത്ത ജീവിതം ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാലോ ഹദീസ്, ആയത്തുൽ മുനാഫിഖി സലാസ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖിന്റെ അടയാളം 3 എണ്ണമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഹദസ കദബ, മിണ്ടിയാൽ നുണ പറയാ, രക്ഷപ്പെടാൻ വേണ്ടിട്ട് നുണ പറയാ. പിന്നെയോ വഇദാ വഅദ അഖ്ലഫ, വാക്ക് പറഞ്ഞ സമയത്ത് എത്തൂല. വഇദാ ഉത്തുമിന ഖാൻ, അവനോട് രഹസ്യമായി വിശ്വസിച്ചേൽപ്പിച്ച കാര്യത്തിൽ അവന് സൂക്ഷ്മതയില്ലാതെ പോവാതെ പരസ്യമായി പോവും, അവന്റെ വായിന്ന് പുറത്തു പോവും. അവനെ വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്ക. ഇത് മുനാഫിഖിന്റെ ഇതാണ് വ്യവസ്ഥയില്ലാത്ത ജീവിതം. ഇതാണ് വ്യവസ്ഥയില്ലാത്ത ജീവിതം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കടന്നു വന്നാൽ ഈ വ്യവസ്ഥ തന്നെ ഓർഡറായി വരുന്നതാണ്. സ്വലാത്തുകൾ കൊണ്ട് അതിലേക്ക് ചേരാൻ പറ്റിയൊരു അവസരമാണ്. കേട്ടോളൂ, ഒരു മർഫൂആയ ഹദീസിൽ കാണാം, മഹാനായ ശൈഖ് ശംസുദ്ദീൻ അബുൽ ഖൈർ മുഹമ്മദ് ബിൻ അബ്ദുർ റഹ്മാൻ അസ്-സഖാവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ഖൗലുൽ ബദീഉ ഫി സ്വലാത്തി അലൽ ഹബീബി ശഫീഇ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ഹദീസ്, ഖാല റസൂലുള്ളാഹി ലാ യറാ വജ്ഹി സലാസതു അഖ്വാം, 3 വിഭാഗം ആളുകൾ എന്റെ മുഖം കാണണ്ട. 3 വിഭാഗം ആളുകൾ എന്റെ മുഖം കാണാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആ 3-ലും നമ്മെ പെടുത്താതിരിക്കട്ടെ. എന്തൊരു വർത്താനാണിത്! എന്റെ മുഖം കാണാൻ അവർ 3 വിഭാഗവും വരേണ്ടതില്ല, അവരെ എനിക്ക് കാണേണ്ടതില്ല, അവരെ എന്നെ കാണാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല. നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് കാണേണ്ടതാണല്ലോ, അവിടുത്തെ നമുക്ക് കാണേണ്ടതാണല്ലോ. في القيامة مشفقا وكلنا إلا عيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله അവിടുത്തെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട 3 കൂട്ടരോട് പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം വാപ്പായെയും ഉമ്മയെയും എടങ്ങേറാക്കുന്ന മക്കളാണോ?
മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളെ, നിങ്ങളെ എനിക്ക് കാണണ്ട, എന്നെ കാണാനും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾക്ക് ശഫാഅത്തില്ല. രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു അതിനെ പെടുത്താതിരിക്കട്ടെ, രണ്ടാമത്തെ വിഭാഗം താരിഖു സുന്നത്തി, എന്റെ സുന്നത്ത് ചെയ്യാൻ അതിന് പറ്റിയ സാഹചര്യമുണ്ടായിട്ടും മനഃപൂർവ്വം അവഗണിച്ച് കളയുന്നവരെ, അവരെ എനിക്ക് കാണണ്ട, എന്നെ അവര് കാണുകയും വേണ്ട, എനിക്കും അവരെ കാണണ്ട. മൂന്നാമത്തെ വിഭാഗം മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്നെ പറ്റി അവൻ ഇരുന്നോടത്ത് പറഞ്ഞപ്പോ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരെ നിന്നെ എനിക്ക് കാണണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അതിനെ പെടുത്താതിരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പുണ്യ റബീഉൽ 10,000 സ്വലാത്തുകൾ ചൊല്ലണം. റബീഉ വന്നിട്ട് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാ ചൊല്ലാം? സ്വലാത്തുകൾ ഇങ്ങനെ കൂടുതൽ ചൊല്ലാം. എന്റെ പ്രിയമുള്ളവരെ, ഒരാള് നമ്മുടെ മുന്നിൽ ഒരു നീറുന്ന പ്രശ്നം എന്ന് പറയുമ്പോ അയാളുടെ മനസ്സിലുള്ള ജീവിതത്തിലുള്ള നെഗറ്റീവുകൾ അയാൾ താഴേക്ക് ഇറക്കി വെക്കാണ്. അയാൾക്കൊരു സമാധാനം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാ എന്നത് പോസിറ്റീവാണ്. എങ്ങനെയാ പെട്ടെന്ന് പോസിറ്റീവായ എനർജിയെ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയാ? സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അയാള് പറയുമ്പോ, അയാളുടെ സങ്കടങ്ങൾ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാ? കേട്ടുകൊണ്ടിരിക്കുന്ന ആള് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പോസിറ്റീവ് എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അതിന്റെ ബന്ധം റൗളയിലേക്കാം. എല്ലാ പോസിറ്റീവും അവിടെ നിന്നാ വരാം. അവിടുന്ന് മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് വന്നാൽ ആ മനസ്സ് കരുത്തുള്ള മനസ്സായി, ശരീരത്തിൽ വന്നാൽ പ്രവർത്തനങ്ങൾ അമലായി മാറി, വർത്തമാനത്തിൽ വന്നാൽ വ്യക്തിത്വം നിലവാരമുള്ളതായി മാറി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. 100 ഷഹീദിന്റെ കൂലി കിട്ടുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. അന്ന് സ്വഹാബി ചോദിച്ചപ്പോ അന്ന് കിട്ടൂല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നാ കിട്ടാ. മിഷ്കാത്തിലെ ഹദീസ്. ഇത് ഖിയാമത്ത് നാളിനോട് അടുത്ത കാലം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തമസ്സക ബിസുന്നത്തി, എന്റെ സുന്നത്തിൽ കടിച്ചു തൂങ്ങി നിന്നാൽ, എന്റെ സുന്നത്ത് പിടിച്ച് എത്ര തിരക്കണ്ടിലും അങ്ങോട്ട് കളയാണ്ട് അത് പിടിച്ച് കടിച്ചു തൂങ്ങി നിന്നാൽ, ഇന്ദ ഫസാദി ഉമ്മത്തി, എന്റെ സമൂഹം ഫസാദാവുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ നല്ലതാണെന്നൊന്നും അഭിപ്രായം നമുക്ക് ആർക്കില്ല. ഈ ഫസാദാകുന്ന കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ കടിച്ചു പിടിച്ചു നിന്നോ, എന്നാൽ ഫലഹു അജുറു മിഅത്തി ഷഹീദ്, സുന്നത്തിന് ഷഹീദിന്റെ കൂലിയ കൊടുക്കുക. ഒരു ഷഹീദ് അല്ല, 100 ഷഹീദ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റബീഉ വരുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് ജീവിതത്തിൽ ചില നിലവാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ വേണം. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. عن عبد الله بن مسعود رضي الله عنه قال رسول الله صلى الله عليه وسلم أربع من الجفاء, ഒരു ഗുണം കെട്ട മനുഷ്യൻ ചെയ്യുന്ന 4 കാര്യങ്ങളുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗുണം കെട്ട മനുഷ്യൻ, ഒരു ഗുണമില്ലാത്ത മനുഷ്യന് നിർഗുണനിൽ കാണുന്ന 4 സ്വഭാവം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നാമത്തേത് അൻ യബൂല റജുലു വഹുവ ഖായിമുൻ, നിന്ന് മൂത്രമൊഴിക്കാം. ചില പള്ളിയിൽ അതിനുള്ള സൗകര്യം തന്നെ കൊടുത്തിട്ടുണ്ട്. നിന്ന് മുള്ളാനുള്ള ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൻ ഖാല ലി ബാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമൻ ല അദ്രിബു ഉനുഖഹു എന്ന ആയിഷ റളിയല്ലാഹു അൻഹ. അള്ളാഹിന്റെ റസൂൽ നിന്ന് മുള്ളിന്നെങ്ങാൻ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഹദീസ് പറയാമെന്ന് അവന്റെ പേരടി ഞാൻ വിട്ടുന്നാ ആയിഷ ബി പറഞ്ഞത്. അങ്ങനെ ഇല്ല എന്നാ പറഞ്ഞത്. ചില പള്ളികളിൽ നിന്ന് മുള്ളാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിന്ന് മൂത്രമൊഴിക്കാനുള്ള സാഹചര്യം. ഒരാൾക്കിപ്പോൾ അങ്ങനെ കാലിന്റെ മുട്ട് മടങ്ങൂല എന്നൊരവസ്ഥ ഉണ്ടെന്ന് വെച്ചാൽ രോഗമാണ്. രോഗമല്ലാത്ത ആൾക്കാർക്ക് നിന്ന് മുള്ളണ കാര്യം ഈ പറഞ്ഞത്. അതിന് ഒരിക്കൽ ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹലിൽ ഒരു അറബി വന്നു. അയാളുടെ മകനും വന്നു. മൂത്രപ്പുരയിലേക്ക് പോവാൻ അയാള് സൗകര്യം ചോദിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളികളിലെ മൂത്രപ്പുരയ്ക്കാൻ വലിയ മറയൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഇരിക്കുന്ന ആ ഭാഗം മാത്രം ഒരു ചെറിയ ഗ്രാനൈറ്റിന്റെ പീസ് വെച്ച് മറച്ചിട്ടുണ്ടാവും. അപ്പുറം ഇരിക്കുന്ന ആളിപ്രായ ആളെ കാണില്ല. ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ള പരിപാടി ഇപ്പൊ ഒക്കെ വരുന്നുണ്ട് ചില പള്ളികളിലൊക്കെ. ആ അറബി അവിടെ കയറിയില്ല എന്നുള്ള അയാൾ പറയണത് മൊത്തം മറഞ്ഞ ഒരു ഡോറുള്ള സ്ഥലത്തെ മൂത്രമൊഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അതാണ് ശരി. നിങ്ങൾ ഹറമിൽ പോയാൽ കാണാലോ, ബാത്റൂമുകളൊക്കെ ഡോറുള്ളതാണ്.
അവിടെ നിന്ന് മൂത്രമൊഴിക്കാനുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വസ്ത്രം മാറ്റി അവിടെ ഇരുന്ന് തന്നെ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ആ മൂത്രപ്പുരയിൽ ഉണ്ടാവും. നിന്ന് മൂത്രമൊഴിക്കുക എന്നത് ഒരു നിർഗുണനായ മനുഷ്യന്റെ സ്വഭാവമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യൻ നിസ്കാരം തീരുന്നതിന് മുമ്പ് മുഖം തടവ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അതിന്. നിസ്കാരം തീർന്നു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ് മുഖം തടവ. നിസ്കാരം തീർന്നതിന് മുമ്പ് മുഖം തടവൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അയാൾ ധൃതിക്കാരനെ നിസ്കാരം കൊണ്ട് ധൃതി കാണിക്കാം. അങ്ങനത്തെ ഒരു സ്വഭാവം. അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ മുഖം തടവ, അങ്ങനെ പടച്ചുകൊണ്ടിരിക്കുക, ആ സ്വഭാവക്കാരൻ അയാളൊരു നിർഗുണന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നിസ്കാരത്തിൽ ധൃതി കൂട്ടി വേഗം മുഖം തടവാനുള്ളതായ തിരക്ക് കൂട്ടാം. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് മുഖം തടവ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞിട്ട് മുഖം തടവാം, സുന്നത്താണ്. അപ്പോ അത് ധൃതി കൂട്ടാണ് മുഖം തടവാൻ വേണ്ടിയിട്ട്. ആ അർത്ഥത്തിൽ സലാം വെട്ടുന്നതിന് മുമ്പ് മുഖം തടവി തുടങ്ങി എന്ന അർത്ഥമാവാം. അല്ലെങ്കിൽ അയാൾ നിസ്കാരത്തിന് പെടപ്പ് കൂടുതലാണ്, അത് പാടില്ല. നിസ്കാരം ബാത്തിലാകും എന്നതിന്റെ പുറമെ അത് ആ ഇബാദത്തിനെ നിസ്സാരപ്പെടുത്തല. അങ്ങനെയുള്ള ആളിൽ ഗുണം കുറവാണ്, ഗുണമില്ലാത്തവനാണ്, ഗുണം വറ്റിയവനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ അടയാളം, ഒരു നിർഗുണന്റെ മൂന്നാമത്തെ അടയാളം വാങ്ക് വിളിക്കാണ്. വാങ്ക് വിളിക്കുന്ന കേൾക്കുന്നുണ്ട്. ഫലാ യശ്ഹദു മിഥല മാ യശ്ഹദുൽ മുഅദ്ദിൻ. മുക്രി, വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ വാങ്കിന്റെ ലഫ്ള് പറയുമ്പോൾ അതിന്റെ കൂടെ അതിന് ജവാബ് കൊടുക്കണം, അല്ലേ? വാങ്ക് വിളിക്കുന്ന ഓരോ പദങ്ങൾക്കും കേൾക്കുന്ന ആള് ജവാബ് കൊടുക്കണം. ഇതിങ്ങനെ മിണ്ടാതിരിക്കണം എന്നുള്ളത് ശരിയാണ്. അതിന്റെ കൂടെ വാങ്കിന് ജവാബ് കൊടുക്കണം. വാങ്കിന് കേട്ടിട്ടും ജവാബ് കൊടുക്കാതെ അങ്ങനെ ബുദ്ധായിട്ട് ഇങ്ങനെ ഇരിക്കുക തന്നെ മൂപ്പർക്കൊന്നും ബാധകല്ല. അങ്ങനെയുള്ള ആളിൽ ഗുണം കുറയും, ഗുണമേ ഇല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാങ്ക് വിളിക്കാൻ മിണ്ടാനേ പാടില്ല. മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ മുഅദ്ദിന് ജവാബ് കൊടുക്കണം. അങ്ങനെ ജവാബ് കൊടുക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ ഗുണം കെട്ടവനാണ്. നാലാമത് അവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. നാലാമത്തേത് എന്റെ പേര് പറയപ്പെട്ടോടത്ത് അവൻ കേട്ടുകൊണ്ടിരുന്നു സ്വലാത്തു സുന്നീന. അതിപ്പോ കാസറ്റിൽ വയല് കേട്ടപ്പോ ഉസ്താദ് പറഞ്ഞതാവാം, അല്ലെങ്കിൽ ബൈത്ത് പാടിയപ്പോൾ ഹബീബിന്റെ പേര് കേട്ടതാവാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പേര് പറയപ്പെട്ടത് കേട്ടു. എന്നിട്ടും സ്വലാത്ത് ചൊല്ലാത്തവനും യാതൊരുവിധ ഗുണവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അറ്റ്ലീസ്റ്റ് മുത്തുനബിയോട് സ്നേഹമുള്ളവരാണോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കേട്ടോളൂ, മറ്റൊരു ഹദീസ് പറയാം. വാങ്ക് വിളിച്ചതിന്റെ ഉടനെ ഒരു ദുആ ഉണ്ട്, അത് പാഴാക്കാൻ പാടില്ല. ആ ദുആ കൊണ്ട് നമുക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. സാന്ദർഭികമായി പറയാം, നേരത്തെ പറഞ്ഞ ഹദീസ് ഇമാം തൊബറാനിയുടെ മുഅ്ജമിലും ഇബ്നു അബീ ഷൈബയുടെ മുസന്നഫിലും ഇമാം ബൈഹഖിയുടെ സുനൽ കുബ്രയിലൊക്കെ ഉള്ള ഹദീസാണ്. ആ 4 നിർഗുണന്റെ 4 അടയാളങ്ങൾ വളരെ പ്രശസ്തമായ ഹദീസാണ്. ഇനി പറയാം, വാങ്ക് വിളിച്ച് കേട്ടുകഴിഞ്ഞാൽ, വാങ്ക് വിളിച്ച് കേൾക്കുന്ന ആള് ഒരു പ്രവാചക സ്നേഹിയാണോ? അവനിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ബൈഹഖിയുടെ ദഅവാത്തുൽ കബീറിൽ ഹദീസ് കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅതുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. വാങ്ക് വിളിക്കുന്ന കേട്ടുകഴിഞ്ഞാൽ ആ ബാങ്കിൽ പറയുന്ന ലഫ്ളുകൾക്ക് അനുസൃതമായ മറുപടി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണേ. വാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ എന്റെ പേരിലുള്ള സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ, എന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലണേ. വാങ്ക് കേട്ട് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, വാങ്കിന് ശേഷം സ്വലാത്ത് സുന്നത്താണ്. അത് കഴിഞ്ഞിട്ടോ സ്വലാത്തിന് ശേഷം അവിടത്തേക്ക് വസീലത്ത് ഫളീലത്ത് പദവി തേടുന്നൊരു ദുആ ഉണ്ട്. ആ ദുആ ചെയ്യണേ. വഅർജു അൻ അകൂന അനാ. അവിടെ മഖാമും മഹ്മൂദ് എന്ന പദവി പറയുന്നുണ്ട്, സ്വർഗത്തിലെ പദവിയാണ്.
വസീലത്ത് ഫളീലത്ത് പദവി പറയുന്നുണ്ട്. അതും സ്വർഗത്തിന്റെ പദവിയാണ്. ഒറ്റ അടിമക്ക് മാത്രമാണ് അത് അള്ളാഹു കൊടുക്കൂ. ആ ഒരു അടിമ ഞാനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കണേ. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു കൊടുക്കും. എന്നാലും നമ്മൾ ആ കടപ്പാട്, അവിടത്തോടുള്ള കടപ്പാട് ആ ചോദ്യത്തിലൂടെ നിർവഹിക്കുന്നത് അവിടുന്ന് നമ്മെ ഏൽപ്പിച്ചതാ. ഇനിയാണ് ഞാൻ പറയുന്നത്, ബാങ്ക് കേൾക്കുമ്പോ അതിനെ പരിഗണിച്ചിട്ടാ ബാങ്കിന്റെ കൂടെ ജവാബ് പറഞ്ഞ് ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്യുന്ന ആൾക്ക് ഹല്ലത്ത് അലൈഹി ശഫാഅത്തി യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ഉറപ്പായി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാൻ ബാങ്കിന് മറുപടി കൃത്യമായി കൊടുക്കുന്നതോടൊപ്പം ബാങ്കിന്റെ ശേഷമുള്ള ദുആയും നടത്തണം. ഒരു ഹദീസും കൂടി പറയാം. സ്വഹീഹുൽ ബുഖാരി അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഹീന യസ്മഉൻ നിദാം, ആരെങ്കിലും ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അവൻ പറയണം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത. ചില റിവായത്തിലുണ്ട് വദ്ദറജത്തർ റഫീഅത, അതും കൂടി ഉണ്ട്. വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. വേറെ റിവായത്തിലുണ്ട് വർസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഇതൊരു വലിയ സ്വലാത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദുആയാണ്. ബാങ്ക് 5 വഖത്തുണ്ട്. ഒരു ദിവസം 5 നേരവും ബാങ്കിന് മറുപടി കൊടുത്ത് ഈ ദുആ ചെയ്യുന്ന ആൾ ആരോ, ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അവന് അല്ലാഹു എന്റെ ശഫാഅത്ത് നിർബന്ധമാക്കി കഴിഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുകളോടൊപ്പം തന്നെ ബാങ്കിന്റെ ജവാബും അതോടൊപ്പം തന്നെ ശേഷമുള്ള ദുആയും 5 വഖത്തിലെ ബാങ്കിനും 5 നേരവും നമ്മൾ ദുആ, ഇതേ ദുആ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരൊറ്റ ദുആ കൊണ്ട് ശഫാഅത്ത് ഉറപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ.